ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ മുടിക്ക് ഉള്ളിൽ തോന്നിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ വോളിയൂമൈസിങ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ 2 ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തലേ ദിവസം ഇതൊന്ന് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഓരോരുത്തരുടെ മുടിയുടെ അളവിനനുസരിച്ചിട്ട് വേണം ഉലുവയുടെ അളവ് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൂവ് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം പൊട്ടിച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് നല്ല രീതിക്ക് വാടിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് കളറിലുള്ള ചെമ്പരത്തിയുടെ പൂവ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഇതേപോലെ ചോറാണ് കേട്ടോ. ഇത് നമുക്ക് ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തുള്ളത് മട്ടരിയുടെ ചോറാണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതേപോലൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാൻ എടുക്കുന്നത് 4 ടേബിൾ സ്പൂണോളം ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്തും അതേപോലെ തന്നെ തിക്കും കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. ഇനി കുറവാണെങ്കിലും ഈ ഒരു 4 ടേബിൾ സ്പൂണോളം തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയും അതോടൊപ്പം തന്നെ ആ ഒരു കഞ്ഞിവെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്പരത്തിയുടെ പൂവും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രീതിക്ക് തന്നെ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ചതിന് ശേഷം ഈ ഒരു പാക്ക് ഈ ഒരു തുണിയിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു രീതിക്ക് കിട്ടുക. ഒരിക്കലും നമ്മൾ അരിക്കാതെ ഉപയോഗിക്കരുത്. ഇനി ഒരു പാക്കിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതേപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഒരു വട്ടം ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ കിട്ടും കേട്ടോ. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് നമ്മുടെ പാക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഹെയർ വോളിയൂമൈസിങ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളയാം കേട്ടോ. ഏതൊരു പാക്കും അതേപോലെ തന്നെ ഓയിൽ നമ്മുടെ മുടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിൽ ജടയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കളഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഇതേപോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അതോടൊപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഞാൻ മുടിയുടെ ലെങ്ത്തിലും തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു പാക്കിൽ മുട്ട അതേപോലെ തന്നെ ഉലുവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഞാൻ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് എടുക്കുക. അത് സ്കാൽപ്പ് ഇതേപോലെ ഓരോ സെക്ഷനാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടായാലും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കും കേട്ടോ. ഈ ഒരു പാക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം അതല്ലാന്നുണ്ടെങ്കിൽ അന്നൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ മുടിക്ക് ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഉള്ളോടും അതേപോലെ തന്നെ നല്ല തിളക്കത്തോടും കൂടി നമ്മുടെ മുടി കെടുക്കാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടത്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കിഡിലെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു പാക്ക് കൂടിയാണ് കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് മുടിക്ക് ഉള്ളു കൂടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന തരത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ്.
ഉലുവയായാലും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചെമ്പരത്തി പൂവായാലും നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നല്ല രീതിക്ക് മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അതേപോലെ തന്നെ ചോറും നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. മുട്ടയായാലും നമ്മുടെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ മുട്ട നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിൽ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ നല്ല റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണിത്. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇതേപോലെ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുടിയുടെ ലെങ്ത്ത് ഇതേപോലെ ഓരോ സെക്ഷനാക്കി കൊടുത്തതിന് ശേഷം തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാനിതേ മുടി ഇതേപോലെ 2 സെക്ഷനാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിന്നെ കുഞ്ഞു കുഞ്ഞു സെക്ഷനാക്കിയിട്ട് നന്നായിട്ട് തന്നെ ഫുള്ള് ലെങ്ത്തിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫുള്ള് മുടിയും ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ നേരെങ്കിലും വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് തന്നെ നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മുടിയൊക്കെ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട്. അപ്പോൾ ആദ്യത്തേതും ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ മുടിക്ക് ഉള്ള വെച്ച ഒരു ഫീലുണ്ട്. അതേപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടത്. ഇനി നമുക്ക് ഫംഗ്ഷന് പോകുന്നതിൻ്റെ അന്നോ അതല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടി കെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഉള്ളോടും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്കാണിത്. മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്ത് കൊടുക്കണം നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക.